നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. നെയ്മറെ വേൾഡ് കപ്പ് ആൽബത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഇത് 2 ദിവസം മുമ്പ് തന്നെ ലീക്കായ വാർത്തയാണ്. സ്പെയിനിൽ ഈ ആൽബത്തിൻ്റെ ബ്രസീൽ ടീമിൻ്റെ ഭാഗം ചില ആളുകളൊക്കെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചിരുന്നു, നെയ്മർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിപ്പോൾ ശരിയാണോ എന്ന് പനിനി ടീമിൻ്റെ ആളുകൾ തന്നെ കൺഫേം ചെയ്തിരിക്കുന്നു. അതെ, നെയ്മർ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു ഡെക്കേഡിന് ശേഷം ആദ്യമായിട്ടാണ് നെയ്മർ ഈ വേൾഡ് കപ്പ് ആൽബത്തിൽ നിന്ന് പുറത്താണ്. അതായത് 2014-ലും 2018-ലും 2022-ലും വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ഈ ആൽബം പുറത്തെടുക്കുമ്പോൾ അതിൽ ബ്രസീൽ ടീമിൻ്റെ ഭാഗമായിട്ട് നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത്. അതായത് നെയ്മർ ജൂനിയർ ഹാസ് ബീൻ ഒഫീഷ്യലി ഒമിറ്റഡ് ഫ്രം ദി ഐക്കോണിക് പനീനി സ്റ്റിക്കർ ആൽബം. ഇത് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് സ്ഥിരം ഇറക്കുന്നതാണ്. വളരെ അധികം വാല്യൂ ഫുട്ബോൾ ലോകം കൊടുക്കുന്ന ഒരു സ്റ്റിക്കർ ആൽബമാണ്. അതിൽ നിന്നാണിപ്പോൾ നെയ്മർ ഒഴിവാക്കുന്നത്. ടോട്ടൽ അതിൽ 980 താരങ്ങളുടെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ വേൾഡ് ക്ലാസ് പ്ലെയേഴ്സും വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ട് എന്തുകൊണ്ട് നെയ്മർ ഒഴിവാക്കി? അപ്പോൾ അതിലൊരു വിശദീകരണം ഇപ്പോൾ അവരുടെ CEO ആയിട്ടുള്ള റൗൾ വെല്ലേസിലെ വിശദീകരിച്ചിട്ടുണ്ട്. ബ്രസീലിയൻ മാധ്യമമായിട്ടുള്ള ഗ്ലോബോക്ക് നൽകിയിട്ടുള്ള ആ ഒരു വിവരണത്തിലാണ് ഇതിൻ്റെ ഒരു വിശദീകരണം അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെല്ലേസ് CEO പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഇങ്ങനെ ഓരോ കോളപ്പുകളും ഞങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. അതിനുവേണ്ടി ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അത് വെച്ചിട്ടാണ്, കഴിഞ്ഞ കോളപ്പുകളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളൊരു പ്ലെയർ വേൾഡ് കപ്പിന് പോകുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ പ്രോബിലിറ്റി കണക്കാക്കുന്നത്. ഓഫ് കോഴ്സ് ചില വേരിയേഷൻസ്, ഇഞ്ചുറീസ്, സർപ്രൈസുകളൊക്കെ ഫൈനൽ ടീമിൽ ഉണ്ടാകാം. പക്ഷേ ഫൈനൽ സെലക്ഷൻ അധികവും ഈ മുൻകാല കോളപ്പുകളെ ബേസ് ചെയ്ത് അതൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിട്ട് തന്നെയാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ റീസെൻ്റ് കോളപ്സൊക്കെ പരിഗണിച്ചു. അതിൽ നിന്ന് പ്രോബിലിറ്റീസ് എടുത്തിട്ടാണ് ഈ ഒരു സ്റ്റിക്കർ ആൽബം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏത് താരത്തെ ഉൾപ്പെടുത്തണം, ഉൾപ്പെടുത്തേണ്ട എന്നുള്ളതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. സോ ഒരു ആൽബം തീർച്ചയായിട്ടും ഈ കോളപ്പുകളെ ബേസ് ചെയ്ത് തന്നെ നമ്മൾ എടുക്കുന്നു. ഇഫ് എ പ്ലെയർ ഹാസൻ ബീൻ കോൾഡ് അപ്പ്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒരു താരത്തെ സ്ക്വാഡിലേക്ക് കോളപ്പ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നാഷണൽ ടീമിൽ അറ്റ് ദി മൊമെൻറ്റ് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അയാളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത കുറയും. അതാണ് നെയ്മറുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിശദീകരണം. തീർച്ചയായിട്ടും അങ്ങനെ മുൻകാല കോളപ്പുകളൊക്കെ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നെയ്മർ ബ്രസീലിന് കളിച്ചിട്ട് എത്ര കാലമായി? സ്വാഭാവികമായിട്ടും സമീപകാലത്തൊന്നും ബ്രസീലിന് വേണ്ടി കളിക്കാത്തൊരു താരത്തെ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും മാത്രം. ഈ സ്റ്റിക്കർ നമുക്ക് ഓൺലൈനിലൂടെയൊക്കെ വാങ്ങാവുന്നതാണ്. ഈ ഒരു ആൽബം ആമസോണിലും മറ്റുമൊക്കെ ഇത് കാണുന്നുണ്ട്. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ്. ഓരോ വേൾഡ് കപ്പിന് മുമ്പും അവരിത് ഇറക്കാറുമുണ്ട്. എന്തായാലും നെയ്മറെ ഈ ഒരു ആൽബത്തിൽ നിന്ന് 10-12 കൊല്ലക്കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഒഴിവാക്കുകയാണ്. ഇതൊരു സൂചനയായിട്ട് എടുക്കണോ? വേൾഡ് കപ്പ് സ്ക്വാഡിൽ നെയ്മർ ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ സൂചനയാണെന്നൊന്നും ചോദിച്ചാൽ അങ്ങനെയൊന്നും അതിനെ വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. കാരണം അത് കാർലോ അഞ്ചലോട്ടി മാത്രം തീരുമാനിക്കുന്നതാണ്. സ്റ്റിക്കർ ഇറക്കുന്നവരും ആൽബം ഇറക്കുന്നവരും അല്ല. പക്ഷേ ഈ ആൽബം ഒരു ഐക്കോണിക് ആൽബമായിട്ട് കണക്കാക്കുന്നതാണ്. ഫുട്ബോൾ ലോകം വലിയ വാല്യൂ കൊടുക്കുന്ന ഒന്നാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.